എന്റെ അച്ഛനൊരു കച്ചവടം പോയി കൊച്ചിയിലെ കൊച്ചലയിൽ തോണി മുക്കിപ്പോയി എന്റെ അച്ഛനൊരു കച്ചവടം പോയി കൊച്ചിയിലെ കൊച്ചലയിൽ തോണി മുക്കിപ്പോയി കണ്ടിരുന്ന ചുമരുത്ത് വാങ്ങിക്കൊണ്ടേ പോയി കൊണ്ട് ചെന്ന് വെച്ചേ പ്രിയപ്പെട്ടവരെ, ഇന്ന് പുതുപ്പാടി പഞ്ചായത്തിലെ പ്രിയപ്പെട്ട സഖാക്കൾക്കൊപ്പം സർക്കാരിൻ്റെ KSRTC ബസ് വിളിച്ചുകൊണ്ട് നമ്മുടെ വയനാട് കൽപ്പറ്റയിൽ ബൈപ്പാസിൽ തന്നെ ഉണ്ടാക്കുന്ന ടൗൺഷിപ്പ് കാണാൻ എത്തിയതാണ് ഞങ്ങളെല്ലാവരും. പ്രിയപ്പെട്ട UDFൻ്റെ ഈ ടൗൺഷിപ്പിനെതിരെ വ്യാജ ആരോപണങ്ങൾ നടത്തുന്ന UDFകാരോട് എനിക്ക് പറയാനുള്ളത്, നിർബന്ധമായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് ഈ ടൗൺഷിപ്പ് കാണണം. ഇത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ടൗൺഷിപ്പിനെ പറ്റി തന്നെ മനസ്സിലാക്കാൻ കഴിയൂ. കാരണം നിങ്ങളുടെ പാർട്ടിയോ നിങ്ങളോ ഇതുവരെ ഇതുപോലൊരു കാര്യം ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ തന്നെ ഒരു സ്റ്റേറ്റിലും ഒരു ഗവൺമെൻറ്റിനും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ കൽപ്പറ്റ ടൗണിൽ ഈ ടൗൺഷിപ്പ് പൂർത്തീകരിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട ചൂരൽമലയിലെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നിർമ്മിച്ച വീടുകളാണ്. നിർബന്ധമായിട്ടും എല്ലാവരും ഈ ടൗൺഷിപ്പ് വന്ന് കാണണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന ഈ ടൗൺഷിപ്പ് സന്ദർശിക്കുന്നത്. ഗവൺമെന്റ് നിർമ്മിച്ചു നൽകി ചൂരൽമലയിലെ വീടുകളെല്ലാം. പാവം വയനാടിനെ പറ്റിച്ചില്ലേ നിങ്ങൾ കോൺഗ്രസുകാരെ? പണ്ടേ വീടെ 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 കോൺഗ്രസേ, നിങ്ങൾ തിരിച്ചതല്ലേ? ഞങ്ങൾ മരം എന്നു വിചാരിക്കല്ലേ? ഓ തയ്യാറത്താരാ പാടിപ്പറഞ്ഞു നടന്നു നുണകൾ, എന്നിട്ടുമെത്തില്ല കേരള നാട്ടിൽ ഇടതിൻ ഗവൺമെന്റ് നിർമ്മിച്ചു നൽകി ചൂരൽമലയിലെ വീടുകളെല്ലാം. പാവം വയനാടിനെ പറ്റിച്ചില്ലേ നിങ്ങൾ കോൺഗ്രസുകാരെ? പണ്ടേ വീടെ വീടെ വീടല്ലേ വയനാട്ടിലെ വീടിന എന്ന് പറഞ്ഞ് പറ്റിച്ചെടുത്തൊരു പൈസയാണല്ലേ. പണ്ടേ വീടെ 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 കോൺഗ്രസേ.